ഗുഡ് മോർണിംഗ് ഓൾ. തിരക്ക് പിടിച്ചു പാഞ്ഞിരുന്ന ഒരു പരീക്ഷകാലം കടന്നുപോയി. ഇടവേളകളില്ലാതെ വന്നിരുന്ന എക്സാമുകൾ, ഒപ്പം തന്നെ പാഞ്ഞെത്തിയ പബ്ലിക് എക്സാം. ഇതിനെല്ലാം ഇടയ്ക്ക് നീണ്ടൊരു ആശ്വാസത്തിന് വഴിയൊരുക്കിയാണ് MCT ട്രെയിനിങ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ ഞങ്ങൾ ജില്ലയുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട്ടേക്ക് ഒരു യാത്ര തിരിച്ചത്. കടലോരങ്ങളുടെ നാടായ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര. യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്നത് പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസത്തിൻ്റെയും സയൻസിൻ്റെയും ഭാഗമാവുക എന്നാണ്. യാത്രയുടെ ആദ്യ ചുവടെന്നോണം യാത്രാ ചിലവ് 600 രൂപ ഓരോ അധ്യാപക വിദ്യാർത്ഥിയിൽ നിന്നും പിരിച്ചെടുത്തു. 18/1/2025 മറ്റ് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ വെച്ച് യാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. കോഴിക്കോട് പ്ലാനറ്റോറിയം, സോപ്പ് കമ്പനി, ബീച്ച് എന്നിവയാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ. യാത്രയ്ക്കായി കൺവീനർമാരെ തിരഞ്ഞെടുത്തു. ശേഷം ഫുഡ് കമ്മിറ്റി, മെഡിക്കൽ കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി എന്നിങ്ങനെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. ജനുവരി 24-ന് യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത ദിവസം, അന്നേ ദിവസം രാവിലെ 7:30-ന് കോളേജിൽ എത്തുവാൻ നിർദ്ദേശവും നൽകി. പോകുന്ന കാര്യം നാലാളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മൂസിനയുടെ നേതൃത്വത്തിൽ പോയി വരാം എന്ന ക്യാപ്ഷനോടുകൂടി ഒരു പോസ്റ്റർ ഞങ്ങൾ തയ്യാറാക്കി. 8 മണിയോടുകൂടി ഞങ്ങൾ യാത്ര തിരിച്ചു. യാത്രയുടെ ആദ്യ കേന്ദ്രമായ പ്ലാനറ്റോറിയത്തിലേക്ക് 9:50-ന് ഞങ്ങൾ എത്തിപ്പെട്ടു. ഇതിനു മുമ്പ് ധാരാളം തവണ പോയിട്ടുള്ള സ്ഥലമായിരുന്നെങ്കിലും തികച്ചും വ്യത്യസ്തമാർന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. പുതിയ കൂട്ടുകാർ, അധ്യാപകർ എല്ലാവരോടൊപ്പമുള്ള 2ാമത്തെ യാത്ര. ചുറ്റിലും കൗതുകം തരുന്ന ധാരാളം കാഴ്ചകളുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാന കാഴ്ച എന്നുള്ളത് 3D ഷോയും നക്ഷത്ര ബംഗ്ലാവുമാണ്. 11 മണിയുടെ 3D ഷോയ്ക്ക് ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംസ്ട്രോങ്, ആൻഡൻ കോളർ എന്നിവർ ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ദൃശ്യമാണ് ഞങ്ങൾ 3Dയിലൂടെ ആദ്യം കണ്ടത്. തികച്ചും നേരിലുള്ളൊരു അനുഭവം തരുന്ന ഒരു രീതിയിലുള്ള ഒരു 3D ഷോ ആയിരുന്നു അത്. 11 മണിക്ക് കയറി 11:30 യാത്ര കയറി 11:30 ആയപ്പോഴത് 3D ഷോ അവസാനിച്ചു. ഞങ്ങളുടെ ഷോ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടി അവിടെ അപ്പുറത്ത് മറ്റു കുട്ടികൾ വരിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3D ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് നക്ഷത്ര ബംഗ്ലാവിലോട്ടായിരുന്നു പോകുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ അവിടുത്തെ ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെക്കുറിച്ചും വിശാലമായ വിവരണങ്ങളായിരുന്നു അതിൽ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളും അവയ്ക്ക് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ, നാം അധിവസിക്കുന്ന ഭൂമി എന്നിവയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. 11:30-ന് തുടങ്ങിയ ഷോ 11:50 ആയപ്പോൾ അവസാനിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. ശേഷം കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് കൃത്യം അവിടുന്ന് പ്ലാനറ്റോറിയത്തിലെ കാഴ്ചയെല്ലാം കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കേരള സോപ്പ് കമ്പനിയിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു 2:30-2:45 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം ആദ്യം നമുക്ക് നേരിട്ട് അങ്ങനെ ഫാക്ടറിയിലോട്ട് പെട്ടെന്ന് തന്നെ കയറി ചെല്ലാൻ വേണ്ടി പറ്റില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു സാറുണ്ട്. ആ സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ സാറിൻ്റെ കാര്യം ക്ലാസ് കേട്ടതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരിക എന്നതിലുപരി ഓരോ കാര്യങ്ങളും പൊതുവായിട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സോപ്പിനെ പറ്റിയിട്ട് നമ്മളൊക്കെ എല്ലാവരും ഡെയിലി സോപ്പ് യൂസ് ചെയ്യണ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ പല കമ്പനിയുടെ സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഓരോ സോപ്പ് മേടിക്കുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ അധികം എന്താ നോക്കുക, ഏതെങ്കിലും ഒരു സോപ്പ് വാങ്ങും, അധികം നോക്കുക, ഒന്നുമില്ല ഫ്രാഗ്രൻസ് നോക്കും, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് നോക്കും, എമൗണ്ട് നോക്കും, അതിൽ അടങ്ങിയിട്ടുള്ള ചില പപ്പായ അല്ലെങ്കിൽ അലോവേര അത് നല്ലതാണ്, ബോഡിക്ക് നല്ലതാണെന്നൊക്കെ വെച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടായിരിക്കും പൊതുവെ യൂസ് ചെയ്യാറ്, സോപ്പ് മേടിക്കാനുള്ള കാരണമാവാറ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നോക്കിയാൽ പോരാന്നും അതിൽ പ്രധാനപ്പെട്ട ഈ ഫ്രാഗ്രൻസിനേക്കാളിലും അല്ലാത്ത കണ്ടന്റിനേക്കാളിലൊക്കെ കൂടുതലായിട്ട് അതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നൊക്കെ സാറിൻ്റെ കാര്യത്തിലൂടെ സാറ് വിശദീകരിച്ച് തന്നതിലൂടെ മനസ്സിലായി. അങ്ങനെ സാറിൻ്റെ ഓരോ കുറച്ച് നേരത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ പ്രധാനമായിട്ടും ഒരു സോപ്പിൻ്റെ റോ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും പിന്നെ
അവിടെ ഒരു സോപ്പ് ആ രൂപത്തിലായി വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടെ പ്രൊസീജിയേഴ്സ് നടക്കണമെന്നുള്ളതൊക്കെ ഓരോ മെഷീനിലും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഞങ്ങൾക്ക് സാറ് കൊണ്ടുപോയി കാണിച്ചു തന്നു. അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അത് അതൊരു വരേണ്ടത് നോക്കാനായിട്ട് അങ്ങനെ ഓരോന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളതെല്ലാം കണ്ടു. ശേഷം പുറത്തിറങ്ങി, ഫാക്ടറിയുടെ പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെ അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ നമുക്ക് വേണ്ട സോപ്പ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് പോലെ ജസ്റ്റ് ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മൾ അതിന് ഫാക്ടറിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വേണ്ട സോപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ സോപ്പ് മേടിക്കുകയൊക്കെ ചെയ്തു. ബാത്തിങ് സോപ്പ്, വാഷിംഗ് സോപ്പ്, പിന്നെ ഹാൻഡ് വാഷ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം വേണ്ട ആൾക്കാരൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ യാത്രയുടെ ഏറ്റവും അവസാന സ്ഥലമായ കോഴിക്കോട് ബീച്ചിലേക്ക് ഞങ്ങളെത്തി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് കൂടി ചേർത്ത് ബീച്ചിലേക്ക് എത്താനായിട്ടായിരിക്കും അധികം ആൾക്കാരും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. 6:30 കൂടി അവിടുന്ന് പോരുന്നില്ല കാര്യം ആദ്യമേ പറഞ്ഞതുകൊണ്ട് തന്നെ കിട്ടിയ സമയം ഏകദേശം എത്രമാത്രം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അത്രമാത്രം എൻജോയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്രമാത്രം എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനമെടുത്തു. അവിടെ പ്രധാന ആകർഷമായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം, ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ണിന് ഏറ്റവും കൂടുതൽ ആദരണം തരുന്ന കുറേ കാഴ്ചകളുണ്ട്. ധാരാളം കുപ്പികൾ നിറഞ്ഞു നിൽക്കുന്ന ഉപ്പിലിട്ട പല പല സാധനങ്ങൾ, പിന്നെ ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാർ, എണ്ണ പലഹാരങ്ങൾ, ചായ, അങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആവശ്യാനുസരണം ഇഷ്ടപ്പെട്ട ഓരോ വിഭവങ്ങളും എല്ലാവരും കൂടെ രുചിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിലെല്ലാവരും കഴിച്ചിട്ടുള്ള പോലെ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാം ഒത്തു വന്ന ഒരു സമസ്ഥലം, ഫ്രണ്ട്സ്, കടൽ, സൺസെറ്റ് ടൈം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇഷ്ടത്തോടെ ഓരോന്നും പരസ്പരം പങ്കുവെച്ച് കഴിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും മേടിക്കുകയും അവിടെ കടലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പരസ്പരം കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന കുറേ കാര്യങ്ങൾ അവിടെ നടന്നു. അങ്ങനെ 6:30 വരെ നമുക്ക് പറ്റിയ സമയമായിരുന്നു. ഒത്തിരി നേരം എൻജോയ്മെൻറ്റ് ചെയ്തു. കരയെ തേടി വരുന്ന തിരയോടൊപ്പം ഓടിക്കളിക്കുക തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാവരും സത്യത്തിൽ ചെറിയ കുട്ടികളായി മാറുകയായിരുന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6:30 കൂടി നമ്മുടെ എൻജോയ്മെൻ്റൊക്കെ അവിടെ അവസാനിച്ച് നമ്മൾ പോകാൻ വേണ്ടി തയ്യാറെടുത്തു. അതിനു മുമ്പ് നമുക്ക് സത്യത്തിൽ അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ അത്രയും നേരം ഉദിച്ച് നിന്നിരുന്ന ആ സൂര്യൻ കടലിൻ്റെ അടിത്തട്ടിലോട്ട് ഉറങ്ങാൻ വേണ്ടി പോവുക. ആ ഒരു കാഴ്ച ശരിക്കും നല്ലൊരു ആനന്ദം തരുന്നൊരു കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് വിരാമം കുറിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു 6:30-7 മണിയോട് കൂടി നമ്മൾ പുറപ്പെട്ടു. പോരുന്ന വഴിക്ക് പോയതിനേക്കാൾ ഇരട്ടി ചാട്ടം പോയി. കാരണം എല്ലാവരും നമുക്ക് ഒപ്പം പരസ്പരം സത്യത്തിൽ നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കാണാൻ ഇങ്ങനെ അത് എഴുതിയോ ഇത് എഴുതിയോ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു സബ്മിഷൻ ഇല്ലേ നമുക്ക് നിന്ന് വെക്കണ്ടേ നോട്ടില്ല അങ്ങനെ അത്തരത്തിൽ കാര്യത്തിൽ നിന്ന് ശരിക്കും വേറെ പല കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സമയം കൂടെ ആയിരുന്നു ഇത്. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര ചെയ്തിട്ടുള്ളത് ഇവിടെ എത്തിയിട്ട് സമയമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും യാത്രയെല്ലാം എൻജോയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മൾ 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ആലത്തൂർപ്പാടി എത്തി. അങ്ങനെ നമ്മുടെ യാത്ര അവിടെ അവസാനിച്ചു. സത്യത്തിൽ ചെറിയൊരു യാത്രയാണെന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ആനന്ദം തരുന്നൊരു യാത്ര തന്നെയായിരുന്നു ഇത്. യാത്ര പുറപ്പെട്ട അതേ സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടു. എല്ലാവരും പാരൻസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇത്തരമൊരു യാത്ര കണ്ടക്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനോടും ഒരാളെടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു നമുക്ക് കിട്ടിയത്.